ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 ചെന്നൈ സ്വദേശികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത 10 കേസുകൾ ഏറ്റെടുത്താണ് ഇഡിയുടെ നിർണായകമായ നടപടി. ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ശൃംഖലയിലെ കണ്ണികളാണ് പിടിയിലായ 4 പേരും. ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, അലൻ സാമുവൽ, ആൻഡോപോൾ പ്രകാശ് എന്നീ 4 ചെന്നൈ സ്വദേശികളാണ് ഇഡിയുടെ പിടിയിലായത്. ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പ് ശൃംഖലയിലെ പരൽമീനുകൾ മാത്രമാണ് ഈ 4 പേരുമെന്നാണ് ഇഡി പറയുന്നത്. ലോൺ കിട്ടുന്നതിനായി സ്വകാര്യ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പ്രതികൾ ഇടപാടുകാരെ പ്രേരിപ്പിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മൊബൈലിലുള്ള സകല വിവരങ്ങളും ഇവർ കൈക്കലാക്കും. ചൈനീസ് ആപ്പുകളുടെ സഹായത്തോടെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രതികൾ ചെയ്യുന്നത്. ചെറിയ ലോണിന് വലിയ തിരിച്ചടവ് നൽകാൻ ഇവർ ആവശ്യപ്പെടും. നൽകിയില്ലെങ്കിൽ മൊബൈലിൽ നിന്ന് കൈക്കലാക്കിയ വിവരങ്ങൾ വഴി ബ്ലാക്ക് മെയിലിംഗ് നടത്തും. 1,70,000 രൂപ ലോൺ എടുത്ത വ്യക്തിയോട് ചുരുങ്ങിയ ദിവസങ്ങളിൽ 4 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാണ് ഇവർ ആവശ്യപ്പെട്ടത്. മൊബൈലിലെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഇടപാടുകാരൻ പണം തിരിച്ചടച്ചു. 2023 മുതൽ രാജ്യമെമ്പാടും ഇത്തരം തട്ടിപ്പുകൾ വഴി 1,651 കോടിയുടെ ഇടപാടുകൾ ഈ ശൃംഖല നടത്തിയെന്ന് ഇഡി പറയുന്നു. ഒന്നാം പ്രതി ഡാനിയൽ സെൽവകുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം 115 കോടി രൂപയാണ് ഇഡി കണ്ടെത്തിയത്. 1,651 കോടിയും മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ട് വഴി സിംഗപ്പൂരിലെ ഷെൽ കമ്പനിയിലേക്കാണ് പോയതെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായി ആത്മഹത്യ വരെ നടത്തിയ 10ഓളം കേസുകൾ പോലീസ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകൾ ഏറ്റെടുത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക അറസ്റ്റ്. ഇഡിക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ NJ സന്തോഷ് ഹാജരായി. 3 ദിവസത്തെ ഇഡി കസ്റ്റഡിയിലേക്കാണ് പ്രതികളെ കോടതി നൽകിയിരിക്കുന്നത്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റിന് സാധ്യതകളുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.